ഇതിന്റെ ഒരു നൂലേഴ ആരെങ്കിലും വെട്ടിയാ കഴിഞ്ഞ വെട്ടും. എന്നാൽ അതൊന്ന് കാണട്ടെ. എന്റെ കൊച്ചുമോൻ ഈ പഴയ ഡ്രസ് ഇട്ട് വിവാഹ നിശ്ചയത്തിന് വരാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ എന്റെ മകനായിട്ടാ നിങ്ങളുടെ കൊച്ചുമോനായത്, അത് മറക്കണ്ട. അവന്റെ പേരിലല്ലേടി നീ ഈ വീട്ടിൽ കഴിച്ചു തൂങ്ങി കിടക്കുന്നത്. മുകുന്ദേട്ടൻ മരിച്ചപ്പോ തന്നെ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു. അത് ഞങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റ്. നിങ്ങൾ എന്തിനു മടിക്കുന്നു? അതിപ്പോഴും ആവാലോ. പക്ഷെ ഞാൻ തനിച്ചാവില്ല ഈ വീടിന്റെ പടി ഇറങ്ങുന്നത്. എന്റെ കൂടെ എന്റെ മോനും ഉണ്ടാവും. നീ ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? അല്ല, എന്റെ മകന്റെ നന്മയ്ക്ക് വേണ്ടിയാ 26 വർഷം ഞാൻ നിശബ്ദയായി ജീവിച്ചത്. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. വെല്ലുവിളിയാണല്ലേ? നിങ്ങൾ എന്നോട് കാണിച്ചതൊക്കെ ഞാൻ എന്റെ മോനോട് പറയുന്നത് എങ്ങനെ വെല്ലുവിളിയാവും? മകനെ മുന്നിൽ നിർത്തി ഞങ്ങളെ അടക്കി നിർത്താമെന്ന് നീ കരുതണ്ട. നിന്റെ മകൻ നിന്നെ തള്ളിപ്പറയുന്ന ദിവസത്തിന് വേണ്ടിയിട്ടാ കവിത കാത്തിരിക്കുന്നത്. അമ്മവാ, ഈ തെരുവിൽ ജീവിക്കുന്നവളോടൊക്കെ നമ്മൾ എന്തിനു സംസാരിക്കണം? പറയാൻ പാടില്ലാത്തതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു പോയത്. എനിക്ക് അങ്ങനെയൊരു തെറ്റ് പറ്റിപ്പോയതിൽ കുറ്റബോധം ഉണ്ടച്ചാ. ഇതാണോ മോളെ തെറ്റ്? നിന്റെ ഭർത്താവിന്റെ കൈമുറിക്കുന്നതിന് തുല്യവാ അവര് ചെയ്തത്. വസുമതിക്ക് എങ്ങനെ അതിന് മനസ്സ് വന്നു? കൊള്ള, 4 നൂറ്റാണ്ട് പഴക്കമുള്ള തുണികളാരും കീറിക്കളയില്ലേ? ഇവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനേ അതൊക്കെ സൂക്ഷിച്ചു വച്ചേ മതിയാവും. ക്ഷമിക്കാൻ കഴിയാത്ത മഹാപരാധം ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ പേരിൽ ഇനിയൊരു വഴക്ക് വേണ്ട അച്ഛാ. അവിടെ തീർക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ നീ ഇവിടെ വന്ന് ആളിപ്പടർത്തി വിട്ടത്. എന്നിട്ടൊരു പുണ്യവതി ചമയലും. ശ്രീദേവി പരിഭവം പറയാൻ വന്നതല്ല വസുമതി. മാപ്പർഹിക്കാത്ത തെറ്റിനാ നീ കൂട്ടുവന്നത്. നീ ഇത്രത്തോളം അധപ്പതിക്കുമെന്ന് ഞാൻ കരുതി. മകന്റെ കൈവെട്ടാൻ പോയ ഒരമ്മ. നിങ്ങളിൽ നിന്നേ ഇതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളാണല്ലോ ഇവക്ക് ഗീതോപദേശം നൽകുന്നത്. എന്റെ ഉപദേശം ശ്രീദേവി ചെവിക്കൊണ്ടിരുന്നെങ്കിൽ ഇക്കാലം അത്രയും അവൾക്കവിടെ നരകിച്ച് ജീവിക്കേണ്ടി വരില്ലായിരുന്നു. മകന്റെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി അവൾ സന്തോഷം നടിച്ചു. ശ്രീദേവി ശബ്ദിച്ചിരുന്നെങ്കിൽ നീയും നിന്റെ മക്കളും വാതുറക്കില്ലായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛ. നീ ഇതിനു മുമ്പ് ഏതെങ്കിലും ഹോട്ടലിൽ അടുക്കളക്കാരിയായി നിന്നിട്ടുണ്ട്? ഇല്ല. അല്ല, നീ ഒരു ചായ ഉണ്ടാക്കിയ പോലും ഇവിടെയുള്ളവർ നിന്റെ കൈപുണ്യം വാഴ്ത്തുന്നതുകൊണ്ട് ചോദിച്ചതാ. വീട്ടിലായിരുന്നപ്പോ ഞാൻ എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട്. ഏത് വീട്ടില്? വല്യമ്മയുടെ വീട്ടില്. ഓ, അപ്പൊ അവിടെ നീ അടുക്കളപ്പണിക്കാരിയായിരുന്നല്ലേ? ആ നാട്ടിൽ വന്ന ഏതോ വരത്തന്റെ കൂടെ നീ ചാടിപ്പോന്നതല്ലേടി? എന്റെ അദ്ദേഹം കല്യാണം കഴിച്ചതാ. പിന്നെ എവിടെ നിന്റെ ആ അദ്ദേഹം? നീ ഒന്നും പറയില്ലെന്ന് എനിക്കറിയാം. എന്തു ചെയ്യാം, എന്റെ മോൾക്ക് വകതിരിവില്ലാതായിപ്പോയി. താലി കഴുത്തിലിട്ട് ഭർത്താവില്ലാതെ കഴിയുന്ന നീ ഒരു അപശകുനം തന്നെ. പ്രശ്നം എനിക്കല്ല, നിന്റെ അമ്മയ്ക്ക്, ശ്രീദേവി അമ്മയ്ക്ക്. നീ കരുതുന്ന പോലെ ഒരു വില നിന്റെ അമ്മയ്ക്ക് ഈ വീട്ടിലില്ല. മുത്തശ്ശനല്ലാതെ ഇവിടെ ആരും നിന്റെ അച്ഛന്റെ ഭാര്യ എന്ന സ്ഥാനം ശ്രീദേവി അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല. എടാ, എന്റെ അമ്മയെ പറ്റിയാണോ നീ പറയുന്നത്? അതേടാ, ഇതൊന്നും ഒരിക്കലും നിന്നോട് പറയരുതെന്ന് ശ്രീദേവിയമ്മ എന്നെ വിലക്കിയിരുന്നു. നീ എന്തെങ്കിലും അറിഞ്ഞു പോയാ അമ്മയും കൂട്ടി ഇവിടുന്ന് ഇറങ്ങുമെന്നാ ആ പാവം കരുതിയത്. പാവപ്പെട്ട വീട്ടിലൊരു പെണ്ണിനെ നിന്റെ അച്ഛൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചതിന്റെ ശിക്ഷയാ നിന്റെ അമ്മ അനുഭവിക്കുന്നത്. നിനക്കറിയോ സഞ്ജു, നിന്റെ വലിയ പച്ചി ഈ വീട്ടിലേക്ക് വരാൻ മുന്നോട്ട് വെച്ച ഡിമാൻഡ് നടന്ന് അവര് വരുമ്പോ നിന്റെ അമ്മയുടെ മുഖം കണ്ടുപോയിരുന്നത്. വല്യപ്പച്ചി പോവും വരെ ശ്രീദേവിയമ്മ മുറിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. വല്യപ്പച്ചി വരുമ്പോ സ്വീകരിക്കാൻ ഉണ്ടാവണമെന്ന് ഞാൻ അമ്മയോട് പ്രത്യേകം പറഞ്ഞതാ. എന്നിട്ട് അമ്മ എവിടെ പോയി? അമ്മേ, എന്താ അമ്മേ? പെട്ടെന്ന് ഒരു സുഖക്കുറവ് തോന്നി, അതാ കയറി പോകുന്നത്. സഞ്ജു, നിനക്കറിയോ 26 വർഷം മുമ്പ് വല്യപ്പച്ചി പിണങ്ങി ഈ വീട് വിട്ടു പോകാനുള്ള കാരണം
നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ ഈ കുടുംബത്തിൽ കൊണ്ടുവന്നതാ. മോനെ എന്താണ് എന്തേ കാണിക്കുന്നത്? എന്തിനമ്മ എനിക്കിങ്ങനെ ഒരു ശിക്ഷ തന്ന്? എന്താണ് മോനെ? സ്വന്തം അമ്മയെ തിരിച്ചറിയാൻ വൈകിപ്പോയ ഒരു മകനായ ഞാൻ. ഒരമ്മ 10 മാസം തന്റെ കുഞ്ഞിനെ ഉദരത്തിലെ ചുമക്കാറ്. എന്റെ അമ്മ 26 വർഷം ചുമന്ന സങ്കടവും വേദനയാണ് എന്റെ 26 വർഷങ്ങൾ. ഞാനിനി എന്തിനു ജീവിക്കണം ദൈവമേ? എനിക്കാകെ ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ കാലന്മാര് കൊണ്ടുപോയില്ലേ? തൊള്ള തോർക്കാതെടി. അകത്ത് കിടക്കുന്ന തള്ള തട്ടിപ്പോയെന്ന് കരുതി നാട്ടുകാർ ഓടിക്കൊടുക്കും. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ അത്. അത് കൊണ്ടുപോയമാരുടെ തലയിൽ ഇടുത്തി വീഴും. എടി എഴുന്നേറ്റ് പോകാനാ പറഞ്ഞേ. എനിക്കിവിടെ കിടന്ന് ചത്താ മതി. ശ്രീജെ, നിന്നോടാ പറഞ്ഞത് ബാബൂട്ടൻ. നിന്റെ സ്വർണം മാത്രമല്ല, ഇവിടുത്തെ പണവും പോയിട്ടുണ്ട്. ആരുടെ പണം റേഡിക്കൊണ്ട് പോയത്? നാട്ടുകാരെയും സർക്കാരിനെയും പറ്റിച്ചും വെട്ടിച്ചും നിങ്ങളുടെ അളിയനുണ്ടാക്കിയ കൊള്ള മുതല്. അതുപോലെ അല്ല എന്റെ സ്വർണം. അത് കൊണ്ടുപോയാലേ മനസ്സ് പൊള്ളും. ഇനി നീ നാവ് ഉയർത്തിയ നിന്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കും. നിങ്ങൾക്ക് എന്നെ ചീത്ത പറയാനും തല്ലാനും മാത്രമല്ല അറിയൂ. എന്റെ വീട്ടുകാർ എനിക്ക് തന്ന സ്വർണം മോന് കിട്ടിയ സ്ത്രീധനാണെന്ന് പറഞ്ഞല്ലേ നിങ്ങളുടെ അമ്മ വാങ്ങി അലമാരിൽ വെച്ച് പൂട്ടിയത്. അതൊക്കെ എന്റെ കയ്യിലിരുന്നെങ്കിൽ ഒരുത്തരും കൊണ്ടുപോയില്ലായിരുന്നു. നിന്നെ ഞാനിന്ന് കുറെ നേരമായി. തല്ലിക്കോ, ഇനി കൊന്നേക്കണം. അതും കൂടിയല്ലേ ഇനി ബാക്കിയുള്ളൂ. നിങ്ങൾക്കൊന്നും പെണ്ണിന്റെ വില എന്താന്ന് അറിയില്ല. അതറിയായിരുന്നെങ്കിൽ എന്നെ എവിടെയിട്ട് ചവിട്ടി തേക്കില്ലായിരുന്നു. ആ പാവം പെണ്ണിനെ പിടിച്ച് അവളുടെ തന്തയാവാൻ പ്രായമുള്ള നിങ്ങളുടെ അളിയനെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ച സമയം മുതൽ തുടങ്ങിയ കാലക്കേടായത്. അവളോട് മാപ്പ പറഞ്ഞ് വിളിച്ചോണ്ട് വാ, ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അതിന് കഴിയോ നിങ്ങൾക്ക്? ലച്ചു ഈ വീട്ടില് കാലു കുത്താതെ ഒരു കാലത്ത് ഈ വീട് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി ഇതിനകം എത്ര തിരിച്ചടികളാ നേരിടേണ്ടി വന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമേ? നമ്മുടെ വരുതി നിൽക്കുന്ന കാര്യങ്ങൾ വല്ലതും ആണോ? എല്ലാം നമ്മുടെ വരുതിയിൽ തന്നെ നിൽക്കും. നാട്ടുകാരുടെ മുന്നിൽ നഷ്ടപ്പെട്ട അഭിമാനം നമുക്ക് തിരിച്ചു പിടിക്കാനും കഴിയും. അതിനൊരു വഴിയേ ഉള്ളൂ. ശ്രീജ പറഞ്ഞ പോലെ ലച്ചുവിനെ തിരിച്ചു കൊണ്ടുവരണം. ശങ്കരശാസ്ത്രികൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായി വരിക. ലച്ചു വീട് വിട്ടുപോയാൽ നമ്മുടെ ഐശ്വര്യം കൂടെ പോകുമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചു. ഭാഗ്യദേവത പടിയിറങ്ങിയപ്പോ തച്ചിലേടത്ത് മച്ചിൽ കേറിക്കൂടിയിരിക്കുന്നത് മൂദേവിയാ. അവളിവിടെ വന്നപ്പോ നയത്തിലെ കാര്യങ്ങൾ ചോദിക്കുന്നതിന് പകരം പേടിപ്പിച്ച് ഓടിച്ചു വിട്ടു. അവളിപ്പോ എവിടാന്ന് പോലും അറിയില്ല. അവൾ എവിടെയുണ്ടെങ്കിലും തിരികെ കൊണ്ടുവരാതെ നമുക്ക് ഈ കാലക്കേടിൽ നിന്ന് കരകയറാനാവില്ല. മുങ്ങിത്താണോണ്ടിരിക്കുക നമ്മള്. ഒരു കുടുംബം പോലും ഇല്ലാത്ത നരേന്ദ്രന് നോക്കാനൊന്നുമില്ലെന്ന് നിനക്കറിയാലോ. അവനെ പോലല്ല നീ വേണം അവളെ ഇവിടെ കൊണ്ടുവരാൻ. അടിക്കടി കാണാനും വിളിക്കാനും പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ലെന്ന് ഗൗതം മനസ്സിലാക്കുക. എനിക്ക് ഈ ലോകത്ത് നീയല്ലാതെ വേറെ ആരാ ഉള്ളത്? താമസിക്കാൻ ഒരു വീടും ഒരു കാറും ഒരു ഫോണും നീ വാങ്ങി തന്നാ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണോ നിന്റെ വിചാരം? ഗൗതം അനുഭവിക്കുന്ന ഒറ്റപ്പെടലൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒറ്റപ്പെടൽ എനിക്ക് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അത് അനുഭവിച്ചവൻ തന്നെയാ ഞാൻ. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴുള്ള ഈ ഒറ്റപ്പെടലുണ്ടല്ലോ, അതാ എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. അന്ന് സഞ്ജുവിന്റെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടു. പിന്നീട് ഒരു സംഭവം ഉണ്ടായി. അന്ന് ഗൗതം കാറിലൊരു സിഗരറ്റ് ലൈറ്റർ മറന്നു വെച്ചിട്ട് പോയി. ഞാനത് ശ്രദ്ധിച്ചില്ല. അതേപ്പറ്റി ഇവിടെ സംസാരം ഉണ്ടായി. അത് ദിനേശന്റെയാണെന്ന് നീ അങ്ങോട്ട് പറയണം. അതുപോലെ നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വിട്ട് പോയാലോ എന്ന് തന്നെ ഞാൻ ആലോചിക്കുക. ഗൗതം പ്ലീസ് വിട്ടിത്തും പറയാതിരിക്കും. സഞ്ജുവിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ബിസിനസിന്റെ മുഴുവൻ കൺട്രോളും എന്റെയും വലിയച്ഛനെയും കയ്യിൽ വരും. അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. അതിനു മുമ്പ് ഒരു നീക്കവും ഗൗതം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഹലോ ഗൗതം. സഞ്ജു, അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്
ഞാൻ ആശിച്ചു പോവാത്ത ദിവസങ്ങളില്ല. ഞാൻ ദൈവവിശ്വാസി അല്ലാതായത് എന്റെ അച്ഛനെ തട്ടിയെടുത്ത ദൈവത്തോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നു. എന്റെ അമ്മ പറയുമായിരുന്നു, നിന്നെ നോക്കാൻ ഇവരൊക്കെ ഏൽപ്പിച്ചിട്ടാ നിന്റെ അച്ഛൻ പോയെന്ന്. പക്ഷെ എനിക്കില്ലാതായത് എന്റെ അച്ഛനെയല്ലേ. പക്ഷെ വല്യപ്പച്ചയ്ക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. ദേഷ്യം കൊണ്ട് വല്യപ്പച്ചി അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോയതാ. അതിന് മറ്റുള്ളവരാണോ പഴിക്കേണ്ടത്? സഞ്ജു, ഇനിയും എന്റെ അമ്മയോടുള്ള വെറുപ്പം കൊണ്ട് നടക്കണം. എനിക്ക് 2 അപ്പച്ചിമാരല്ല, ഒരപ്പച്ചി കൂടി ഉണ്ടെന്നും ആ അപ്പച്ചി എന്നെങ്കിലും മോനെ മാത്രം അംഗീകരിക്കുമെന്നും നിറ കണ്ണുകളോടെ എത്രയോ വട്ടം പാവ എന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. വല്യപ്പച്ചിയോട് വെറുപ്പ് കുത്തിക്കേറ്റാനല്ല എന്റെ അമ്മ ശ്രമിച്ചത്, സ്നേഹിക്കാനാ. ഇനിയും എന്റെ അമ്മയോട് വല്യപ്പച്ചിക്ക് വെറുപ്പാണെങ്കിൽ ആ അമ്മയുടെ മോനായ എന്നോടും അത് മതി. ഞങ്ങൾ വെറുക്കപ്പെട്ടവർ തന്നെയാ. നിന്റെ വേദന തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനും ഒരു അമ്മയാവുന്നത് എങ്ങനെയാ മോനെ? അമ്മേ, അപ്പച്ചി വന്നത് അമ്മയെ കാണാനാ. എനിക്കിപ്പോ ശ്രീദേവിയോട് ഒരു പിണക്കവും ഇല്ല. പിണക്കമൊക്കെ ദേ നമ്മുടെ ഈ 2 മക്കളും അലിയിപ്പിച്ചു കളഞ്ഞു. എനിക്കിനി മരിച്ചാലും വേണ്ടൂല കാഞ്ചന. അനവസരത്തിൽ മുതിർന്നവരുടെ മുന്നിൽ വെച്ച് എന്റെ മുൻ പറഞ്ഞു പോയ ഓരോ വാക്കിനും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുക. ശ്രീദേവി വിഷമിക്കണ്ട. എനിക്ക് സഞ്ജുവിനോട് ആദരവാ തോന്നിയത്. അവൻ ഇതൊക്കെ ഇപ്പോഴെങ്കിലും അറിഞ്ഞതിന്റെ സന്തോഷം എനിക്കുള്ളത്. ഞാനും പ്രഭയും ശ്രീദേവിയുടെ മുന്നിൽ നിൽക്കുന്നത് ദേ ഞങ്ങളുടെ മകളുടെ വിവാഹ നിശ്ചയത്തിന് ശ്രീദേവിയെ സന്തോഷത്തോടെ ക്ഷണിക്കാന്. സഞ്ജുവിനെ പോലൊരു മകനെ പ്രസവിച്ച ശ്രീദേവി ഭാഗ്യവതിയെ. ആ മകനെ മരുമകനായി കിട്ടുന്നതിന് ഞങ്ങളും ഭാഗ്യം ചെയ്തവരെ. ഇനി നമുക്കിടയിൽ പിണക്കമോ അകൽച്ചയോ ഒന്നുമില്ല. എല്ലാം ഇവിടെ അവസാനിച്ചു. വല്യപ്പച്ചിക്ക് ഇത്രയും വലിയൊരു മനസ്സുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ സ്വാതിയുടെ വിരലിൽ എൻഗേജ്മെന്റ് റിംഗ് അണിയിക്കുമ്പോ അമ്മയുടെ മുഖത്ത് കാണുന്ന സന്തോഷം വല്യപ്പച്ചി എനിക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. വലിയ മനസ്സ് നിന്റേതാ മോനെ. എന്നാ നമുക്കിനി താഴേക്ക് പോവാം. ശരി ശ്രീദേവി. ഗൗതം പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിയാണ്, നമ്മളിങ്ങനെ ഒളിച്ചു കണ്ടിട്ട് കാര്യമില്ല. ഒന്നിച്ചു നിൽക്കണമെങ്കിൽ നീ ഇപ്പൊ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാവണം. ഇതിനകം മംഗലശ്ശേരി ബിസിനസ് ഗ്രൂപ്പുകളെ പറ്റി ഞാനൊരു അന്വേഷണം നടത്തി. ഓരോ സ്ഥലത്തും നീ പോലും അറിയാതെ സഞ്ജുവിന്റെ നോട്ടം എത്തുന്നുണ്ട്. അവന്റെ ഏറ്റവും വലിയ കരുത്ത് നീയാണെന്ന് നീ സ്വയം വിശ്വസിക്കുന്നു. അല്ല കവിത, അവന്റെ കരുത്ത് കമ്പനിയിലെ മുഴുവൻ സ്റ്റാഫുവാ. അവരിൽ പലർക്കും നിന്നോട് താല്പര്യമില്ല. നിന്നെ സന്തോഷിപ്പിക്കാൻ അവൻ ചിലപ്പോൾ പറയും അപ്പച്ചിയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. സഞ്ജുവിന് എന്നെ വിശ്വാസമില്ല എന്നാണോ ഗൗതം പറഞ്ഞ് സ്ഥാപിക്കുന്നത്? ഒരിക്കലും അല്ല. നിന്നെ അവന് വിശ്വാസം മാത്രമേ ഉള്ളൂ.
അതിന് പ്രധാന കാരണം നീ ആർക്കു വേണ്ടിയും സമ്പാദിക്കുന്നില്ല എന്ന തിരിച്ചറിവ് മാത്രമാ. അവന് നിന്നിലുള്ള ആ വിശ്വാസത്തെയാ നീ മുതലെടുക്കേണ്ടത്. ഗൗതത്തെ കൂടി എനിക്ക് കമ്പനിയിൽ കൊണ്ടുവരണം. നമ്മുടെ പ്ലാനുകൾ നടക്കണമെങ്കിൽ ഗൗതം എന്റെ കൂടെ തന്നെ വേണം. എന്ത് പോസ്റ്റാ നീ എനിക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത്? പോസ്റ്റ് എന്തായാലും ഗൗതമിന് സ്വീകരിക്കാൻ മടിയൊന്നുമില്ലല്ലോ. മടിയില്ല, എനിക്ക് നിന്നെ കണ്ടോണ്ടിരിക്കണം. ഞാനത് ചെയ്തിരിക്കും. സഞ്ജുവിന് കവിതയിലുള്ള വിശ്വാസം കൂടി എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ശ്രീജയ്, അവള് പാല് വിറ്റതിന്റെ കാശ് വാങ്ങിക്കാൻ പോയിരിക്കുക. ഇറങ്ങാം. ഒന്ന് നിന്നേ. കട്ടിലൊഴിയണോന്ന് ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെ. അപ്പച്ചി പറയുന്നത് അവരെ തീർത്ത് കളയണമെന്നാണോ? അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞൂട്ടനെ ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുക. നരേന്ദ്രൻ ജയിക്കാൻ വേണ്ടി അന്നേരം പറഞ്ഞതാണെന്ന് അവനെ വിശ്വസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ സുഖവിവരങ്ങൾ അറിയാൻ ആരെങ്കിലും വന്നാ എല്ലാവരും പറയും. അമ്മ പറഞ്ഞ ശരിയാളിയാ. മുത്തശ്ശിക്കുണ്ടായി ഈ മാറ്റം നമുക്ക് ദോഷം ചെയ്യും. ലച്ചു എവിടെ സുരക്ഷിതയാണെന്നുള്ള വിശ്വാസം അവർക്കുള്ളത്. കുഞ്ഞൂട്ടൻ അവളും തമ്മിൽ കോണ്ടാക്ട്സ് ഉണ്ട്. എന്നെ നിങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കണ്ട. ഇപ്പൊ സമയം നല്ലതല്ല. ഇനി ഇതും കൂടിയേ ബാക്കിയുള്ളൂ. ഒരു ജീവനെടുക്കാൻ നരേന്ദ്രന് കൈവറച്ചിട്ടൊന്നുമല്ല. കൊലപാതകമാണെന്ന് പറഞ്ഞ് കുത്തിപ്പൊക്കാൻ ആളുണ്ടെന്ന് പേടിച്ചിട്ടാ. അപ്പച്ചി എന്താ പാലുമായിട്ട്? നിനക്കിപ്പോഴേ ഭക്ഷണ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല. ദേ, ഈ പ്രായത്തിലെ ആരോഗ്യം കളഞ്ഞുള്ള പണിയൊന്നും വേണ്ട മോനെ. ദേ, നേരത്തും കാലത്തും ഭക്ഷണം കഴിക്കുന്നില്ല എന്നാ കാവേരി പറഞ്ഞത്. നമ്മുടെ തിരക്കും ടെൻഷനൊക്കെ അറിയുന്ന അപ്പച്ചി തന്നെ ഇത് പറയണം. സഞ്ജു പറയുന്നത് സത്യ. ഞാനും ഓവർലോഡ് വർക്കാ ചെയ്യുന്നത്. ഒരു ദിവസം കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന 4-5 സൈറ്റ് വിസിറ്റ് ചെയ്യും. എനിക്കറിയാം വിശ്രമമില്ലാതെ അപ്പച്ചി ഓടി നടക്കുന്ന കാര്യം. സഹായത്തിനെ ഒരാളില്ലാതെ എനിക്ക് പറ്റില്ല. നമ്മുടെ പുതിയ പ്രോജക്റ്റില് കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയം. അപ്പച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളെ കൂടി അപ്പോയിന്റ് ചെയ്യാം. എന്താ? പി എ ആയിട്ട് മതി. ഞാൻ അന്വേഷിച്ച ഒരാളെ കണ്ടുപിടിക്കാം. അപ്പച്ചിയുടെ പകുതി ഭാരം കുറയും. ആളെ എനിക്കും കൂടെ ബോധി. ഒരിക്കൽ തറവാടിന്റെ പടിയിറങ്ങുമ്പോൾ അനുഭവിച്ച വേദനയാണ് ഇന്നും എനിക്കുണ്ടായത്. മറക്കില്ലെന്ന് മനസ്സിനെ 100 വട്ടം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഞാൻ. You should be ready to achieve this feat within 6 months. Yes, sir. സഞ്ജു, അപ്പച്ചി ഒരു മാറ്റർ ഉണ്ട്. ദിയ കുറച്ച് കഴിഞ്ഞിട്ട് വരും. ശരി മാം. താങ്ക് യു സർ. എന്താ അപ്പച്ചി? സഞ്ജു, രാവിലെ ഞാൻ പറഞ്ഞില്ലേ 1 മിസ്റ്റർ ഗൗതം മേനോൻ, അയാൾ വന്നിട്ടുണ്ട്. അപ്പച്ചി അസിസ്റ്റ് ചെയ്യാനല്ലേ? അയാളെ വിളിക്കൂ. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഐ ആം ഗൗതം മേനോൻ. നമ്മള് മുൻപ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇവിടെ ആവാൻ വഴിയില്ല സർ. ഞാൻ 5 വർഷമായിട്ട് മറ്റൊരു സ്ഥലത്തായിരുന്നു. ഗൗതം മേനോന്റെ ബയോഡേറ്റയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഒക്കെ ഞാൻ വെരിഫൈ ചെയ്തു. ആള് നിസ്സാരക്കാരനല്ല. പല പല കമ്പനീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മിൽമാക്സിൽ 5 വർഷം ഉണ്ടായിരുന്നു. അപ്പച്ചി ഒക്കെ ആണെങ്കിൽ മിസ്റ്റർ ഗൗതമിന് അപ്പോയിന്റ് ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തോളൂ. ഓക്കെ. അതിനുമുമ്പ് രാജീവേനായിട്ടൊന്ന് മീറ്റ് ചെയ്യണം. അതൊക്കെ ചെയ്തോളാം. നീ ഇരിക്കുന്ന ചെയറിൽ ഞാനിരിക്കൂടാ. അന്ന് എന്നെ പോലെ നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കും. നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. കൂടുതൽ കാര്യങ്ങള് രാജീവേട്ടൻ വിവരിച്ചു തരും. ഇതൊരു ഫാമിലി ആയിട്ട് കാണണം. താങ്ക് യു സർ. എന്റെ എല്ലാ ആത്മാർത്ഥതയും ഉണ്ടാവും. ഗുഡ്. വരും. നിന്റെ ഫാമിലിയിലേക്കല്ലടാ മോനെ ഞാൻ വരുന്നത്. ഇതാരാ? അത് ദിനേശിനോട് എന്തിനു പറയണം? ഓ, അപ്പൊ ഇവരാണല്ലേ ദിനേശൻ. ഗൗതം വരൂ, രാജീവിനെ കാണും. ഗൗതം, ഇതേത് അവതാര? അങ്ങളെ, മോൻ ചോദിച്ച എസ്റ്റിമേറ്റ് ഫയൽ ആയത്? ഞാനൊന്ന് നോക്കട്ടെ. അല്ല, കവിതയ്ക്കൊപ്പം ഒരാളിപ്പോ പുറത്തോട്ട് പോയല്ലോ, അതാരാ മോനെ?
അങ്കിൾ അപ്പച്ചിയോട് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു. ഒരു പരിഹാസ ചിരിയാ നിന്റെ അപ്പച്ചിയുടെ മുഖത്തുണ്ടായത്. കവിതയ്ക്ക് ദിനേശനൊരു മണ്ടനാണല്ലോ. അല്ലെങ്കിലും എനിക്കാരും ഒരു വിലയും തരത്തില്ലല്ലോ. ഞാൻ എത്ര ആത്മാർത്ഥ കാണിച്ചാലും മറ്റുള്ളവർക്ക് എല്ലാവർക്കും വെള്ളത്തിൽ വരച്ച ഒരു വര പോലെയാണല്ലോ. എന്നിട്ടാണോ അങ്കിളിനെ വിശ്വാസത്തിലെടുത്ത് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്ന? മോന് മാത്രമേ എന്നോട് അല്പമെങ്കിലും മതിപ്പുള്ളൂ. അത് ഞാൻ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അപ്പച്ചിയുടെ വർക്ക്ലോഡ് അങ്കിളിനറിയില്ലേ? അപ്പച്ചിയെ സഹായിക്കാൻ ഒരാള് PA ആയിട്ട് വേണമെന്ന് തോന്നി വെച്ചതാ. അപ്പച്ചിയുടെ സ്വഭാവം അറിയാലോ. തലനാരിഴ കീറി പരിശോധിച്ചിട്ടാ അപ്പോയിന്റ് ചെയ്തത്. നമ്മുടെ കണക്കുകൂട്ടലുകളൊന്നും പിഴക്കില്ല. ഗൗതമിനെ സഞ്ജു കണ്ടിരുന്നെങ്കിലോ? എന്റെ വിറയൽ ഇതുവരെ മാറിയിട്ടില്ല. ദൈവം നമ്മുടെ ഭാഗത്താണ് തെളിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഈ ദേഷ്യം ഒന്ന് മാറ്റ്. നിന്നെ കാണാൻ തോന്നിയപ്പോ മനസ്സിനെ പിടിച്ചടക്കാൻ നോക്കിയിട്ടും കഴിഞ്ഞില്ല. ഞാൻ നിന്റെ രഹസ്യക്കാരനല്ല, ഭർത്താവാ. കുറെ കാലം ഈ ചിന്തകളൊന്നും ഇല്ലായിരുന്നല്ലോ. മനസ്സിലിട്ട് സ്വപ്നങ്ങൾ താലോലിച്ച് ജീവിക്കാലോ. അമ്പടി കള്ളി, ഇതിനകത്ത് ആരോ ഉണ്ട്. ഇവളുടെ കള്ളത്തരം ഇന്ന് ഞാൻ പൊളിക്കും. അവൻ ആരാണെന്ന് എനിക്കറിയണം. എല്ലാം അവസാനിച്ചു. ആരാന്നൊന്ന് പോയി നോക്ക്. മറ്റാരുമല്ല, ശബ്ദം കേട്ടിട്ടേ ആ നാണം കിട്ടവനാ ദിനേശൻ. മരണ വാങ്ങാൻ അവൻ നടക്കുന്നു. കാതക് തുറക്കാൻ. ഗൗതം മാറി നിൽക്ക്. അയ്യോ മുത്തശ്ശി, എന്തൊക്കെ മുത്തശ്ശിക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല മോനെ. അമ്മേ, അച്ഛാ, എളേച്ചാ, മുത്തശ്ശിക്ക് വയ്യ. മുത്തശ്ശി, മുത്തശ്ശി, എളേച്ചാ, മുത്തശ്ശി, എളേച്ചാ. എളേച്ചാ, എളേച്ചാ. എന്താടാ? മുത്തശ്ശിക്ക് വയ്യ, വേഗം വാ. മുത്തശ്ശി, 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 എന്ത് പറ്റി മുത്തശ്ശി? മുത്തശ്ശിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ശ്രീയേട്ടത്തി, ഒന്ന് വേഗം വാ. മരുന്നിരിപ്പുണ്ടോ മുത്തശ്ശി? തീർന്നു മോനെ. എന്താ എന്ത് പറ്റി? മുത്തശ്ശിക്ക് കലശലായ ശ്വാസം മുട്ടലാണെന്ന്. മുത്തശ്ശി, ശ്രീയേട്ടത്തി, മുതുകൊന്ന് തടവി കൊടുക്ക്. ഞാൻ വൈദ്യശാലയിൽ പോയി മരുന്ന് വാങ്ങിയിട്ട് വരാം. മുത്തശ്ശി, മുത്തശ്ശി. അളിയാ, എന്താടാ? വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറഞ്ഞ പോലെയായി കാര്യങ്ങൾ. വളച്ചേട്ടതെ കാര്യം പറ. ഷിട്ടി കമ്പനി എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആലോചിക്കുമ്പോഴാ അവന്റെ ഒരു നമുക്ക് ഒരു ഗുണമില്ലാത്ത വയസ്സ് തള്ളയെ ഒരു സംശയവും ആർക്കും തോന്നാതെ ഒഴിപ്പിച്ച് വിടാൻ പറ്റിയ സമയം വന്നിരിക്കുന്നത്. എന്തെങ്കിലും പ്ലാൻ നിന്റെ മനസ്സിലുണ്ടോ? പറയടാ. അതിനല്ലേ ഞാൻ ഓടി വന്നത്. ഒന്ന് വന്നേ. എന്താടേ? മുത്തശ്ശിക്ക് സുഖമില്ല. അതിനേക്കാൾ വലിയ കാര്യം സംസാരിക്കുമ്പോഴാ നിനക്കടുത്ത വന്നേക്കുന്നത്. നിങ്ങളെ വന്നേ. മുത്തശ്ശി. നരേന്ദ്രനെ തള്ളയുടെ മുറിയുടെ മുന്നിൽ നിന്നെയും കാത്തു നിൽക്കുക. ചെല്ല്. എല്ലാരും ഉറങ്ങി. ഞാൻ പുറത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം. സൂക്ഷിച്ചു. അളിയാ, ശ്രീജയും കുഞ്ഞോട്ടിനും ഉറങ്ങിക്കഴിഞ്ഞു. എന്നാ പിന്നെ അതങ്ങ് ചെയ്തേക്കാം. വിരലടിയാലും വിരത നോക്കണം. ശബ്ദം ഉണ്ടാവാനും പാടില്ല. പാതി ഉയരു പോയി കിടക്കാതള്ള പണി എളുപ്പത്തിൽ കഴിയും. അളിയമ്പാ. അർജുനേട്ടൻ പാതിരാത്രി എണീറ്റ് എങ്ങോട്ട് പോയി? എവിടെ പോയി?
ശ്രീചേട്ടത്തി ഇതുവരെ കിടന്നില്ലേ? ഉറങ്ങിയതാ. ഉണർന്നപ്പോ അർജുനേട്ടനെ കാണുന്നില്ല. അർജുനേട്ടൻ എവിടെ പോയി? അറിയില്ല. വാ നമുക്ക് നോക്കാം. അർജുനേട്ടാ, എല്ലാം നശിച്ചു. മോശങ്ങൾക്ക് വരാൻ കൊണ്ട് സമയം. അർജുനേട്ടാ, ഇനി മുത്തശ്ശി നോക്കാൻ പോയതാണോ? മുത്തശ്ശിക്ക് വയ്യാത്ത കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആ, അവിടെ ഒന്ന് നോക്കട്ടെ. വാ. ദൈവമേ, അർജുനേട്ടാ, ഒന്നിങ്ങോട്ട് വരാൻ ആരും ഇല്ല ഇവിടെ. അമ്മ എന്താ പറ്റിയേ? മരുന്നുണ്ടെങ്കിൽ താളാ ദുഷ്ട. ഗ്ലാസ് ഇത് കണ്ടിട്ട് നീ എങ്ങോട്ടാടാ പോയത്? അതിന് മരുന്ന് കണ്ടുപിടിക്കണ്ടേ അമ്മേ? ഉരുണ്ട് കേറുന്ന. അത് മതി. എടി നന്ദി കെട്ടവളെ, നോക്കി നിക്കുന്ന കണ്ടില്ലേ അവള്? എന്റെ അമ്മോ, ഉരുണ്ട് കയറി വരുന്നേ. പോടി മുമ്പിന്ന്. അമ്മേ, ചാവാൻ കിടന്ന ഒരു തുള്ളി വെള്ളം തരില്ല. അമ്മ ഇത് കുടിക്കേ. ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാൻ. പിടിക്കടാ. മാറും അമ്മേ. അമ്മ ഒന്ന് സമാധാനത്തോടെ കിടക്ക്. ഒന്ന് പോടാ അവിടുന്ന്. നട്ടപ്പാതിരക്ക് അവന്റെ ഒരു ഉപദേശം. എടി പോയി കിടന്ന് ഉറങ്ങടി, വായി നോക്കി നിൽക്കാതെ. ചെല്ല്, നീ ചെല്ല്. എടാ, ഇത് ഗ്യാസിന്റെ മരുന്ന് തന്നെയാണോടാ? അമ്മ പേടിക്കണ്ട. നരേന്ദ്രൻ എവിടെടാ? അവന്റെ ഒച്ചയൊന്നും കേട്ടില്ല. അളിയൻ ഒളിച്ചിരിക്കുക. എല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കേണ്ടതായിരുന്നു. ആ, മുത്തശ്ശി മരിച്ചുപോയി കേട്ടോ. മുത്തശ്ശി നമ്മളെ വിട്ടുപോയി മോനെ. മുത്തശ്ശിയല്ലേ ഈ കിടക്കുന്നത്? മരിച്ചുപോയെന്ന് ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. മുത്തശ്ശി മരിച്ചിട്ടില്ല അമ്മേ. നമ്മുടെ മുത്തശ്ശി മരിച്ചുപോയി നന്ദൂട്ട. നമ്മുടെ മുത്തശ്ശി പോയി. മുത്തശ്ശി, മുത്തശ്ശി കണ്ണൂർക്ക്. മുത്തശ്ശി, മുത്തശ്ശി പോയാ ലച്ചുവിനെ കാണണ്ടേ? നീ ഇവനെ പിടിച്ചോണ്ട് പോടി. മുത്തശ്ശി, ലച്ചു വന്ന മുത്തശ്ശി കാണാതെ വിഷമിക്കൂലേ? കണ്ണൂർക്ക് മുത്തശ്ശി. ഞാൻ വിളിച്ച മുത്തശ്ശി എനിക്ക് അമ്മേ. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി ചെല്ലുമോനെ, ഞാൻ വിളിച്ചോളാം. മുത്തശ്ശി, മുത്തശ്ശി, മോനെ. മുത്തശ്ശി, മുത്തശ്ശി നമ്മളെ വിട്ടു പോയി മോനെ. ലച്ചുവിനെ വിവരം അറിയിക്കണ്ടേ കുഞ്ഞോട്ട? മരണ വീടല്ലേ, നരേന്ദ്രനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പെണ്ണ് വന്നൊന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. അല്ലേലേ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. അമ്മ വീട്ടിൽ നിന്നിറങ്ങിയ സമയം വെച്ച് നോക്കിയാ ക്ഷേത്രത്തിൽ എത്താനാ സാധ്യത. അവളോട് ഈ വിവരം ഞാൻ എങ്ങനെ പറയൂ വെച്ചാ? അവൾക്കാകെ ഉണ്ടായിരുന്നത് മുത്തശ്ശിയാ. മുത്തശ്ശിയെ കുറിച്ച് മാത്രമേ അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അച്ഛനും അമ്മയും കണ്ട ഓർമ്മ അവൾക്കില്ല. മുത്തശ്ശി അവളെ വളർത്തിയത്. അച്ഛനും അമ്മയും ഈ ലോകവും അവൾക്ക് മുത്തശ്ശിയായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മോളെ? മരണത്തെ തടയാൻ ആർക്കും കഴിയില്ല. കേട്ടിട്ട് മുത്തശ്ശിക്ക് നല്ല പ്രായം കാണും. അവളുടെ കൂടെ നമുക്കും പോണോ അച്ഛാ? അവളുടെ മുത്തശ്ശി എന്റെ മുത്തശ്ശിയാ. കാഞ്ചന അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 ദിവസം കഴിഞ്ഞ നിന്റെ വിവാഹ നിശ്ചയ. നാളെ മുതൽ അതിന്റെ തിരക്കാവില്ലേ മോളെ? അമ്മുവിനെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ തനിച്ചയക്കണമെന്നാണോ അച്ഛൻ പറയുന്നേ? ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും കൂടെ ആരെങ്കിലും വേണ്ടേ? മോള് പറയുന്നത് ശരിയാ. നമ്മുടെ അവസ്ഥ മറ്റൊന്നല്ലേ മോളെ? അച്ഛൻ ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നി അച്ഛാ? അമ്മുവിന്റെ കൂടെ എനിക്കും പോയേ പറ്റൂ. അച്ഛൻ മുത്തശ്ശി, എന്റെ മുത്തശ്ശിക്ക് എന്താ പറ്റിയ? അയ്യോ പറ ചേച്ചി, എന്റെ മുത്തശ്ശിക്ക് എന്താ പറ്റിയ? ചേച്ചി പറ. അമ്മു, നിന്റെ മുത്തശ്ശി 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 മരിച്ചു. അമ്മു,
മുത്തശ്ശി 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 എന്നെ വിട്ടു പോയോ? എനിക്ക് ആരുണ്ട് മുത്തശ്ശി? എനിക്ക് എന്റെ മുത്തശ്ശി കരയില്ലേ? എനിക്ക് മുത്തശ്ശി മോൾ അവളെ കാറി കേട്ട്. എനിക്ക് എന്റെ മുത്തശ്ശി കാണണം ചേച്ചി. എനിക്ക് വിവാഹ നിശ്ചയത്തിൽ നിന്ന് നിനക്ക് മാറി നിൽക്കാൻ കിട്ടിയ ഒരു അവസരം ഇത്. 2 ദിവസം കഴിയാതെ നീ തിരിച്ചു വരരുത്. കഴിയുമെങ്കിൽ ഇങ്ങോട്ടിനി വരാതിരിക്കും. അവൾ നിന്നെ വിളിച്ചോണ്ടേയിരിക്കും. ഫോണെടുത്ത വീട് വിട്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയണം. പറയില്ലേ നീ? പറയാം. അവളുടെ പറച്ചിൽ കേട്ട് നീ വന്നാ പൊറുക്കില്ല ഞാൻ. പിന്നെ ഞാൻ എന്റെ മോളെ നോക്കില്ലേ? ഓർത്തു വെച്ചോണം. പിന്നെ നീ ജീവനോടുണ്ടാവില്ല, കത്തിച്ച് കളയും ഞാൻ. കാഞ്ചനയുടെ യഥാർത്ഥ മുഖം നീ കണ്ടിട്ടില്ല. കേട്ടുടി. എന്നാ നീ ഇവിടെ പണിയെടുത്തതിന്റെ ശമ്പളമായിട്ട് കരുതിയാ മതി. എനിക്ക് വേണ്ട. നിന്റെ സൗജന്യ സേവനം എനിക്കും വേണ്ട. വെച്ചുടി. മറ്റെവിടെയെങ്കിലും നിനക്ക് പണി കിട്ടുമെന്ന് നോക്ക്. മനസ്സിലായോ? ക്യാഷിന്റെ ആവശ്യം വരും മോളെ. ഇത് കയ്യിൽ വെച്ചു. അത് വാങ്ങമോ? ദൂരയാത്ര പോലെയല്ലേ? അമ്മു, ഞാൻ ഡ്രൈവറോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിനക്കൊരു പ്രയാസവും വരാതെ അങ്കിൾ നോക്കോളൂ. അവളെ വിടുമോളെ, അവൾക്ക് പോകാൻ സമയമായി. രാഘവ, എന്ത് വന്നാലും ഇന്ന് തന്നെ വരണം. ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും. ഞാൻ പറഞ്ഞ കട കഴിഞ്ഞോ? ആ, നേരെ പോന്നാ മതി. ആ, കടുത്ത ശ്വാസം മുട്ടൽ ബാലാമണിയമ്മയ്ക്കുണ്ടായിരുന്നു. അത് താനെങ്ങനെ അറിഞ്ഞു? ഇന്നലെ ഔഷധശാലയിൽ കുഞ്ഞൂട്ടം മരുന്ന് വാങ്ങാൻ വന്നപ്പോ പറഞ്ഞതാ. ബാലാമണിയമ്മയ്ക്ക് കിടന്ന് നരഹിക്കേണ്ടി വന്നില്ല. അവരുടെ പൂങ്കണ്ണീര് കണ്ടില്ലേ? ലച്ചു പോയ നിലയ്ക്ക് അവർക്ക് ദൈവം കൊടുത്തത് നല്ല മരണം തന്നെയാണ്. കിടന്നു പോയിരുന്നെങ്കിൽ വെറ്റകൾ വെള്ളം പോലും കൊടുക്കില്ല. കുഞ്ഞൂട്ടം അങ്ങനല്ല. അവര് മാത്രമേ അവരോട് സ്നേഹമുള്ളൂ. ഇന്നലെ രാത്രി മുഴുവൻ കൂട്ടിരുന്നത് അവനാണത്രേ. പാവം അവിടെ എവിടെയോ തളർന്നിരിപ്പുണ്ട്. എന്താ മേഡം? അതെ മേഡം, ഞാൻ അങ്ങനെ ചെയ്തോളാം. പറയൂ മേഡം. അല്ല മേഡം,
ഉണ്ട് മാഡം. മാഡം, മുന്നിൽ പോലീസ് ചെക്കിംഗ് ഉണ്ട്. ദൈവം വിളിച്ചാ പോയല്ലേ മോളെ പറ്റൂ. മോൾ അങ്ങനെ കരുത്. മുത്തശ്ശി കിടപ്പിലായിരുന്നോ? അല്ല, അതാ മോക്ക് ഇത്രയും സങ്കടം. എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ അവര് മരിച്ചതാ. മുത്തശ്ശി എന്നെ വളർത്തിയത്. എനിക്ക് മുത്തശ്ശി മാത്രമേ ഉള്ളൂ. മോളെ സങ്കടത്തിന്റെ കാരണം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്നൊന്ന് വേഗം വീട്ടിലെത്തിക്കോ. എനിക്ക് മുത്തശ്ശി ഒന്ന് കാണണം. റോഡിലെ തിരക്കൊക്കെ കഴിഞ്ഞില്ലേ, ഇനി വേഗത്തിൽ പോവാ. ഞാൻ പറഞ്ഞില്ലേ ലച്ചുമോൾ വരുമെന്ന്. മുത്തശ്ശി മുത്തശ്ശി എന്നെ തനിച്ചാക്കി പോയി. മുത്തശ്ശി അല്ലാതെ ലച്ചുവിന് വേറെ ആരാളുള്ളത്? മുത്തശ്ശി, ലച്ചു വന്ന് കണ്ണു തുറന്ന് നോക്ക്. മുത്തശ്ശി കണ്ണു തുറക്ക്. എനിക്ക് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാവൊന്നും പറഞ്ഞിട്ടില്ല. ലച്ചു, നമ്മുടെ മുത്തശ്ശി പോയി നന്നോട്ടാ. നമുക്കിനി മുത്തശ്ശി ഇല്ല. മുത്തശ്ശി, മുത്തശ്ശി. കുട്ടിയെ കൊണ്ട് കർമ്മം ചെയ്യിക്കും. ലച്ചുനെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. ഞാൻ എന്റെ മുത്തശ്ശി ഒന്ന് കാണട്ടെ. എന്നെ കൊണ്ടുപോയില്ലേ? മുത്തശ്ശി, മുത്തശ്ശി, എന്റെ മുത്തശ്ശി ഇല്ലാതെ എനിക്ക് ജീവിക്കേണ്ട നന്ദൂട്ടാ. എവിടെ പോയാലും മുത്തശ്ശി ഉണ്ടായിരുന്നു എന്ന വിശ്വാസം എന്റെ കൂട്ട്. ഇപ്പൊ ഞാൻ ആരുമില്ലാത്തവളായി പോയി. മുത്തശ്ശി ലച്ചുവിന് കാര്യം പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. എടി, അവളെവിടാ നിൽക്കുന്നതെന്ന് കൂടെ വന്ന വണ്ടിക്കാരനാരാണെന്ന് ചോദിച്ചു മനസ്സിലാക്കടി. നരേന്ദ്രൻ ഇനി പെണ്ണിനെ പുറത്തുവിടില്ല. ഇങ്ങനെ കിടന്ന് കരയുന്ന പെണ്ണിനോട് ഇതൊന്നും ചോദിച്ചറിയാനുള്ള മനസ്സെനിക്കില്ല. അമ്മ ചെന്ന് ചോദിക്കും. അമ്മ പോയിട്ട് ഒരു വിവരമില്ല. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. അതൊരു മരണ വീടല്ലേ, വിളിക്കാനുള്ള സാവകാശം അവർക്ക് കിട്ടിക്കാണില്ല. അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. വീട്ടിലായിരുന്നപ്പോ അവൾ എന്നോട് സംസാരിച്ച. ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ വിളിക്കാനും ഉടൻ പുറപ്പെടാനും ഞാൻ അവളോട് പറഞ്ഞാ സഞ്ജു. ഇന്നലെ തന്നെ തിരിച്ചെത്തേണ്ടല്ലേ അവള്. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾ വിളിക്കാതിരിക്കില്ല. അവളുടെ മുത്തശ്ശിയല്ലേ മരിച്ചത്. പോയിട്ട് ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ. അത് മാത്രമല്ല സഞ്ജു പ്രശ്നം. അവളെ കൊണ്ടുപോയ ഡ്രൈവറിന്റെ ഫോണ് സ്വിച്ച് ഓഫാ. വീട്ടിൽ നിന്ന് ഏർപ്പാടാക്കിയ ഡ്രൈവറാ.
അച്ഛൻ അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നീ കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും. എന്നിട്ടോള് വിളിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. എന്താ മോനെ, ആര് മരിച്ചെന്നാ? ആ, സ്വാതിയുടെ വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടിയുടെ മുത്തശ്ശിയാ മരിച്ചത്. അവള് നാട്ടിലേക്ക് പോയിട്ട് അവളെ പറ്റി ഒരു വിവരമില്ലെന്ന് സ്വാതി അറിയിച്ചത്. സംസാരം കേട്ടപ്പോ ഞാൻ വലുതായിട്ട് എന്തോ ധരിച്ചുപോയി. വീട്ടുപണിക്കാരിയെ കാണാത്തതിനാണോ അവൾ ഇത്രയും ടെൻഷൻ ആവുന്നത്? നിന്നെ പോലെ എല്ലാവരും ഒന്ന് ചിന്തിച്ചു കളയരുത്. ശ്രീകുട്ടി സ്നേഹമുള്ളവളാണ്. ഓ, വേലക്കാരിയാണെങ്കിൽ കൂടി അവൾ പോയിട്ട് വിവരമൊന്നുമില്ലെങ്കിൽ മനുഷ്യപ്പറ്റുള്ള ആരായാലും ഒന്ന് ടെൻഷനാവും. ഞാൻ മനുഷ്യപ്പറ്റില്ലാത്തവള് തന്നെയാ. ഇരുട്ട് വെളുത്തപ്പോ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. അവളെ തിരിച്ചുവിടണ്ടെന്ന് സ്വത്തുക്കളൊക്കെ എഴുതി വാങ്ങാന്നും കരുതി. എല്ലാം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയായി. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അളിയനെ അവളുടെ മുറിയിലേക്ക് വിടില്ലായിരുന്നു. എല്ലാം മനസ്സിലാക്കി വെച്ച് അമ്മയ്ക്കൊന്ന് ശ്രദ്ധിക്കായിരുന്നു. അവൻ ഇങ്ങനെ ഒരു അതിക്രമം കാണിക്കുമെന്ന് ഞാൻ കരുതിയോടാ. അവൻ പുറത്തു പോയെന്നല്ലേ ഞാൻ കരുതിയത്. ഇനിയിപ്പോ കുടിയെടുപ്പുകാരെ പോലെ ഇവിടെ കിടക്കാം. ഇനി എന്തായാലും അവളിനി ഇങ്ങോട്ട് കയറി വരില്ല. ആരെങ്കിലും ഏരികേറ്റ് വിടാതിരുന്നാ മതി. വല്ല തിരിമറിയും കാണിച്ച് ഭൂമി വിൽക്കാനുള്ള പദ്ധതികളായി ഇനി നോക്കേണ്ടത്. നരേന്ദ്രൻ മനസ്സ് വെച്ചാലേ അത് നടക്കും. വണ്ടിയുടെ നമ്പർ ഓർമ്മയുണ്ടല്ലോ? ആ, ഒരു വെള്ള ടാക്സി. നിങ്ങൾ അവിടെ നിന്നാ മതി. ഇവിടെ നിന്നും പുറപ്പെട്ടിട്ട് 10 മിനിറ്റ് പോലും ആയില്ല. ഡ്രൈവർ അവള് മാത്രമേ കാറിലുള്ളൂ. റെഡിയായിരുന്നോ? ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. നീ എന്ത് കൽപ്പിച്ചാ നരേന്ദ്ര? ഞാൻ അവളെ വിട്ടതേ പേടിച്ചിട്ടാണെന്ന് നിങ്ങൾ കരുതിയോ? ഇവിടെ വെച്ച് ഇനിയൊരു സീന് വേണമെന്ന് കരുതിയാ? നരേന്ദ്രനെ മണ്ടനാക്കി അവൾ എവിടെ പോവാനാ? ചെമ്മീൻ ചാടിയ ചട്ടിയോളം. തള്ളയുടെ ചീത്തയാണെങ്കിൽ മുമ്പ് അവളെ ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവരും.